ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹമീദ് ഫൈസി. നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ വായുവില്ലാത്ത ലോകമെന്ന പാഠഭാഗമാണ്. ഭാവനയുടെയും ചിന്തയുടെയും വലിയ ലോകത്തേക്ക് വായനക്കാരെ കൂട്ടിക്കൊണ്ടു പോകുന്ന കൃതികളാണ് കുഞ്ചൻ നമ്പ്യാരുടേത്. തുള്ളൽ എന്ന കലയ്ക്ക് ചിട്ടയും മട്ടും വരുത്തി അതിന് സാഹിത്യരൂപമായ തുള്ളൽ പാട്ടുകൾ എഴുതി ഒരേ സമയം കൗതുകവും ആകാംക്ഷയും വായനക്കാരിലും കേൾവിക്കാരിലും ഉണ്ടാക്കാൻ നമ്പ്യാർക്ക് കഴിഞ്ഞു. 60ഓളം തുള്ളൽ കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിലൊന്നായ ധ്രുവചരിതം തുള്ളൽ കഥയിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. മനുഷ്യന് ജീവൻ നിലനിർത്താൻ ആവശ്യമായ വായു ഇല്ലാതായാലുള്ള അവസ്ഥ സാധാരണ നമ്മളിൽ ഭയവും സങ്കടവുമാണ് ഉണ്ടാക്കുക. എന്നാൽ ഈ ഗൗരവാവസ്ഥയെ നമ്പ്യാർ നർമ്മത്തിലാണ് അവതരിപ്പിക്കുന്നത്. ഏത് വിഷമാവസ്ഥയും നർമ്മബോധത്തോടെ തരണം ചെയ്യാനുള്ള പ്രേരണയാണ് ഈ കവിത നൽകുന്നത്. നമുക്ക് ആദ്യമായി ഈ കവിതാഭാഗവും പിന്നീട് കവിതയുടെ ആശയവും നോക്കാം. കവിതാഭാഗം ഇങ്ങനെയാണ്. മാരുത സഞ്ചാരമെല്ലാം അടങ്ങുക, കാരണം ദാരുണമായ ദശാന്തരേ. കൊത്തിച്ചമച്ച മരപ്പാവകൾ പോലെ മർത്യജനങ്ങൾ കിളക്കമില്ലാതെയായി. ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നങ്ങു മിണ്ടാതിരുന്നാനുരുളയും കൈക്കൊണ്ടു. കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നങ്ങു തണ്ടികപ്പാവയെ പോലിരുന്നിടുന്നു. മുണ്ടുടുക്കുന്നവൻ രണ്ടുകാരം കൊണ്ടു മുണ്ടും ഞൊറിഞ്ഞു പിടിച്ചു നിന്നിടുന്നു. തണ്ടെടുത്തും കൊണ്ടു മണ്ടുന്നവൻ ഒരു കുണ്ടിൽ മറിഞ്ഞു കിടന്നാൻ തടി പോലെ. മുങ്ങിക്കിടക്കുന്നു വെള്ളത്തിലും ചിലർ പൊങ്ങുവതിൻ മുമ്പു വായു ശമിക്കയാൽ. എണ്ണ തേക്കുന്നവരപ്പാടിയിരിക്കുന്നു, കണ്ണെഴുതുന്നവരങ്ങനെ പാർക്കുന്നു. കഞ്ഞി കോരി കുടിപ്പാൻ തുടങ്ങുന്നവൻ മുഞ്ഞിയും താഴ്ത്തിയിട്ട് അനങ്ങാതിരിക്കുന്നു. പാട്ടുപാടുന്നവർ കയ്യും ചെവിക്കൽ വച്ചൊട്ടു വായും പിളർന്നങ്ങനെ നിൽക്കുന്നു. മദ്ദളം കൊട്ടുന്ന വിദ്വാൻ കഴുത്തില മദ്ദളമിട്ടുകൊണ്ടങ്ങനെ നിൽക്കുന്നു. പറ്റുവിളിക്കും കുഴൽക്കാരൻ അന്നേരം തെല്ലുന്നു കാലും കവച്ചു നിന്നിടുന്നു. എത്രയും വിസ്മയം സർവ്വജനങ്ങളും ചിത്രമെഴുതിയ പോലെ കാണായി വന്നു. ഇത്രയുമാണ് ആ പാഠഭാഗത്ത് ഉള്ള കവിതയിലുള്ളത്. ഇനി നമുക്ക് ആ കവിതയുടെ ആശയം എന്താണെന്ന് നോക്കാം. ഭൂമിയിൽ വായു നിലച്ചു, ആർക്കും ശ്വസിക്കാനാവുന്നില്ല. ഒരു നിമിഷം എല്ലാ ജനങ്ങളും എങ്ങനെയായി എന്നാണ് കവി പറയുന്നത്. വായുവിൻ്റെ സഞ്ചാരം എല്ലായിടത്തും അവസാനിച്ചതിനാൽ ദാരുണമായ ഒരവസ്ഥ ഭൂമിയിലുണ്ടായി. കൊത്തിവെച്ച മരപ്പാവകൾ പോലെ മനുഷ്യർക്ക് ഒരു അനക്കവുമില്ലാതിരുന്നു. ചോറുണ്ടുകൊണ്ടിരുന്ന ആൾ വാ തുറന്നു വച്ചിരുന്നു. ഒരു കയ്യിൽ ഉരുളയും വെച്ച് മിണ്ടാതെയാണ് അയാൾ ഇരിക്കുന്നത്. ഓരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന ആൾ തൂക്കിയിട്ട മരപ്പാവയെപ്പോലെ അനങ്ങാതിരുന്നു. മുണ്ടു ഞൊറിഞ്ഞുടുക്കുവാൻ ശ്രമിച്ച ആൾ മുണ്ട് ഞൊറിഞ്ഞു പിടിച്ച് അങ്ങനെ തന്നെ നിന്നു. വഞ്ചിയുടെ പങ്കായം എടുത്തുകൊണ്ട് തുഴയാൻ ഓടിച്ചെന്നവൻ ഒരു തടി കിടക്കുന്നവനെ പോലെ വഞ്ചിയിൽ കിടന്നു. വെള്ളത്തിൽ ചിലർ മുങ്ങിത്തന്നെ അനക്കമില്ലാതെ കിടക്കുന്നു. വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്നതിന് മുമ്പ് മാരുത സഞ്ചാരം നിന്നതിലാണ് അങ്ങനെ കിടക്കേണ്ടി വന്നത്. എണ്ണ തേക്കുന്നവർ അങ്ങനെ തന്നെ ഇരിക്കുന്നു. കണ്ണെഴുതുന്നവർ അങ്ങനെ തന്നെ. കഞ്ഞി കുടിക്കാൻ മുഞ്ഞിപ്പാത്രത്തിലേക്ക് പതുക്കെ കുനിച്ചവൻ അങ്ങനെ തന്നെ ഇരിക്കുന്നു. പാട്ടുപാടുന്ന ആൾ കൈ കർണപുടത്തിൽ വച്ച് വായും പിളർന്നങ്ങനെ നിൽക്കുന്നു. മദ്ദളം കൊട്ടുന്ന വിദ്വാൻ കഴുത്തിൽ മദ്ദളവുമിട്ട് അങ്ങനെ നിൽക്കുന്നു. കുഴൽ വിളിക്കുന്ന കുഴൽക്കാരൻ കാല് കവച്ചു നിൽക്കുന്നു. അത്ഭുതമായിരിക്കുന്നു, എല്ലാ ജനങ്ങളും ഒരു ചിത്രത്തിൽ എഴുതിയതുപോലെ നിൽക്കുന്നു. ഇത്രയുമാണ് കവിതാഭാഗത്തിൻ്റെ ആശയം. പാഠഭാഗത്തിൻ്റെ പദപരിചയവും പാഠഭാഗത്തിൻ്റെ തന്നെ പഠന പ്രവർത്തനങ്ങളും മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക്സ്.